ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ മാത്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇടുന്നത്. അതായത് ഇതുവരെ എന്തോ പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിളിനെ കുറിച്ച് പഠിച്ചത്. അതായത് 3 വശങ്ങളും കേട്ടിരിക്കട്ടെ കുഞ്ഞുങ്ങളെ, ഇതൊന്നും അറിഞ്ഞിരിക്കാമെങ്കിൽ നമുക്ക് എല്ലാം അറിയാം. 3 വശങ്ങളും അല്ലെങ്കിൽ 3 സൈഡ് നല്ലപോലെ മനസ്സിലാക്കി പോകണം കേട്ടോ. 3 സൈഡ് ഒരുപോലെ ആണെങ്കിൽ, അതായത് ഇവിടെയും ഇവിടെയും ഇതാണ് സൈഡ് എന്ന് പറയുന്നത് അല്ലേ, 1 2 3, ഈ 3 വശങ്ങളും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 6 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിനെ പറയുന്ന പേരെന്തായിരുന്നു? ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. EQUILATERAL. ഇതങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ഈക്വലേറ്ററൽ ട്രൈ ആംഗിൾ അല്ലേ. അതിൻ്റെ മലയാളം എന്താണ്? സമഭുജ അല്ലെങ്കിൽ തുല്യ ത്രികോണം എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും സമഭുജ ത്രികോണം എന്നാണ് കറക്റ്റായിട്ട് അതിൻ്റെ മലയാളം പറയുന്നത്. സമഭുജ ത്രികോണം മനസ്സിലാക്കി തന്നെ പോണേ. നിങ്ങളെല്ലാം ഒന്ന് ഓടിച്ചിട്ടൊന്ന് പറയുകയാണ്. 3 വശവും ഒരുപോലെ ഇരിക്കുന്നതിനെ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും കേട്ടോ, ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല, ഈ 3 വശങ്ങളിൽ അല്ലെങ്കിൽ 3 സൈഡുള്ളതിൽ ഏതെങ്കിലും 2 വശം, ഇതോ അല്ലെങ്കിൽ ഇത് ഇനി ഇത് അല്ലേ, ഏതെങ്കിലും 2 വശം. ഇപ്പം ഞാൻ പറയാം, ഇവിടെ ഇത് 6 സെൻറ്റിമീറ്റർ ആണ്, ഇതും 6 സെൻറ്റിമീറ്റർ ആണ്, പക്ഷേ ഇത് 5 സെൻറ്റിമീറ്ററേ ഉള്ളൂ. നോക്കിയേ, ഇത് രണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും 2 വശങ്ങൾ ഒരേ അളവാണെങ്കിൽ, ഒരേ സെൻറ്റിമീറ്റർ ആണെങ്കിൽ അല്ലേ, നമ്മൾ അതിനെ എന്ത് പറയും? ഏതെങ്കിലും 2 വശമാണ് എന്ത് പറയും നിങ്ങളെ? ഐസോസെലസ്, CELES, ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നു കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷ് മലയാളം എന്താണ്? സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നു കേട്ടോ. എല്ലാം ഞാനൊന്ന് ഓടിച്ചിട്ട് പറയാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് രണ്ടും ഓക്കെയാണോ? ഇപ്പം ആദ്യം പറഞ്ഞത് 3 സൈഡുകളും ഒരുപോലെയാണെങ്കിൽ അതിനെ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. ഏതെങ്കിലും 2 വശങ്ങൾ ഒരുപോലെയാണെങ്കിൽ, അതിനെ എന്ത് പറയും? സമപാർശ്വ ത്രികോണം എന്ന് പറയും. ഇനി എങ്ങനെയാണെങ്കിൽ 3 വശങ്ങളും ഡിഫറൻ്റ് ആണെങ്കിൽ, ഒരു ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഇവിടെയും ഡിഫറൻ്റ് ആണ്, ഇവിടെയും എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ അടിക്കാം, അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ ഇപ്പം ഞാൻ പറയാം 3 സെൻറ്റിമീറ്ററേ ഉള്ളൂ, പക്ഷേ ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇങ്ങനെ 3 രീതിയിൽ 3 ഡിഫറൻറ്റ് സൈഡുകളാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? സ്കെയിലൻ കേട്ടോ. SCALEN. സ്പെല്ലിംഗ് തെറ്റല്ലേ നിങ്ങളെ? സ്കെയിലൻ ട്രയാങ്കിൾ എന്ന് പറയുന്നു. ട്രൈആംഗിൾ ആംഗിൾ കേട്ടോ. അതിൻ്റെ മലയാളം എന്താണെന്ന് ചോദിച്ചാൽ വിഷമഭുജ ത്രികോണം എന്നാണ്. വിഷമഭുജ ത്രികോണം. ഈ 3 ഓക്കെ ആണല്ലോ. അതായത് ഒരേ അളവാണെങ്കിൽ, 3 ഒരേ രീതിയിലാണെങ്കിൽ അതിനെ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ, ഏതെങ്കിലും 2 സൈഡ് ഒരുപോലെയാണെങ്കിൽ അതിനെ ഐസോസെലസ് ട്രയാങ്കിൾ, 3 രീതിയിലാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ 3 സെൻറ്റിമീറ്റർ കേട്ടോ, ഏതെങ്കിലുമൊക്കെ 3 4 5 7 8 ഏതെങ്കിലും ഡിഫറൻ്റ് ആണെങ്കിൽ അതെന്താ? സ്കെയിലൻ ട്രയാങ്കിൾ എന്ന് പറയുന്നു. ഇതല്ലേ നമ്മൾ പഠിച്ചത്? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി നമ്മളിത് എങ്ങനെ വരയ്ക്കും എന്നാണ് രണ്ടാമത് പഠിച്ചത്. ഒന്നാമത് നമ്മൾ ഇതെല്ലാം പഠിച്ചു, രണ്ടാമത് പഠിച്ച എന്തൊക്കെയാ? ഇനി ഇതിപ്പോൾ ഇതൊക്കെ നമുക്ക് ബുക്കിൽ കണ്ടാൽ നമുക്കറിയാം, പക്ഷേ ഇത് എങ്ങനെ വരയ്ക്കുമെന്നാണ് കുഞ്ഞുങ്ങളെ നമ്മൾ രണ്ടാമത് പഠിച്ചത്. എങ്ങനെയാണ് നമ്മൾ ആർക്ക് വെച്ചല്ലേ. ഇപ്പം നമ്മളോട് ഒരു ഉദാഹരണം പറയാം, ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ അല്ലേ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ഇങ്ങനെ തരിക. മനസ്സിലായോ? ഇത് നമ്മൾ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ബേസായിട്ട് കൊടുക്കുക, ഏതെങ്കിലും കേട്ടോ, നമ്മളത് കഴിഞ്ഞ പാർട്ടി പറഞ്ഞതാണ്. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സൈഡ് എന്ത് ചെയ്യുക, എടുത്തിട്ട് താഴെ ബേസായിട്ട് കൊടുക്കുക. ബാക്കി 2 എണ്ണം എന്ത് ചെയ്യുക? ഇപ്പം നമ്മൾ 4 ഇവിടെ കൊടുത്തതെന്ന് വെച്ചോ, 4 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ വരച്ചെങ്കിൽ അടുത്ത ഏതാ? 5 സെൻറ്റിമീറ്റർ ഇവിടെ കോമ്പസും പെൻസിലും എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക. പിന്നുള്ള ഈ 6 സെൻറ്റിമീറ്റർ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട് ഒരു ആർക്ക് കൊടുക്കുക. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന സൈഡ് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും? 4 കിട്ടി, 5 കിട്ടി, 6 കിട്ടി. ഓക്കെ, 3 കിട്ടിയില്ലേ? ഇങ്ങനെ നമ്മൾ ആർക്ക് വെച്ച് വരയ്ക്കാനും പഠിച്ചു. സംശയമുണ്ടോ? നിങ്ങൾ ഇത്രയും സംശയമില്ലല്ലോ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ, നമുക്ക് ചാടി കയറി ഇങ്ങനെ ആർക്ക് വെച്ച് വരയ്ക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നമ്മൾ ഇതുവരെ പറഞ്ഞെങ്കിലും അതിനകത്തുള്ളൊരു റൂളുണ്ട്. എന്താണെന്നറിയോ?
ഇത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ. നമ്മൾ വിചാരിക്കും എല്ലാ ഇപ്പം നമ്മുടെ അടുത്ത് ഇപ്പം 7, 8, 9, 4 ഇപ്പം ഇതങ്ങ് ആർക്ക് വരയ്ക്കാം, 10, 2, 3 ഇത് നമുക്ക് അങ്ങ് ആർക്ക് വരയ്ക്കാം. അങ്ങനെ അങ്ങ് ആർക്ക് വരയ്ക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇതിനൊരു റൂളുണ്ട്, മനസ്സിലാക്കണം നിങ്ങൾ. ഇപ്പം നമ്മൾ ഏതെങ്കിലുമൊക്കെ 3 സെൻറ്റിമീറ്റർ തന്നിട്ട് നമുക്കങ്ങ് ആർക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. എന്താണെന്നറിയാമോ? അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ പറയാം, ഇപ്പം പിന്നെ 8, 5, 3, 8 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ എന്ന് ഞാൻ 3 എണ്ണം തരിക. കണ്ടല്ലോ, 3 വശങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനൊരു റൂളുണ്ടോ നിങ്ങൾ? ഇതിൽ ഏറ്റവും വലിയ വശം ഏതാണെന്ന് നോക്കുക, മനസ്സിലാക്കണേ. ഏറ്റവും വലിയ വശം ഇവിടെ ഏതാ? 8 സെൻറ്റിമീറ്റർ ആണ്. ഓർത്ത് വെച്ചേക്കണേ. ഏറ്റവും വലിയ വശം ഏതാണെന്ന് ആദ്യം നോക്കുക. ഏതാ? 8 സെൻറ്റിമീറ്റർ. ഏറ്റവും ചെറിയ മറ്റ് 2 വശങ്ങൾ, ഏറ്റവും വലുത് നമ്മൾ എടുത്തു എത്ര? 8 സെൻറ്റിമീറ്റർ ആണ്. ബാക്കി 2 വശങ്ങളുണ്ടല്ലോ, ബാക്കി 3 വശങ്ങളുള്ളതുകൊണ്ടല്ലേ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ വശത്തിനെ നമ്മൾ ഇവിടെ എടുത്തു. ബാക്കിയുള്ള അതർ സൈഡ്, മറ്റേ 2 സൈഡുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ, പഠിച്ചു വെച്ചേക്കണോ നിങ്ങളെ, ആ 2 സൈഡുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ, ഇവിടെ നോക്കി 5ഉം 3ഉം അല്ലേ, 5ഉം 3ഉം കൂടാണ് കൂട്ടുമ്പോൾ ഈ 8ൽ കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഓക്കെ 5 + 3 എത്ര? 8 ആണ്. ഇത് രണ്ടും 8 സെൻറ്റിമീറ്റർ അല്ലേ. അതുകൊണ്ട് അതെന്താ, നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തില്ല. അതെന്താ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റാത്തത്? നമ്മളിപ്പോൾ ആർക്ക് വെച്ച് കുറേ വരച്ചില്ലേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ അത് പറ്റുമോന്നും. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്നത്? നമുക്ക് 3 വശങ്ങളുള്ളത് കൊണ്ടാണ് അതിനെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ. ഇപ്പം ഞാൻ പറയുക, നോക്കിയേ, 6 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ ഇത് വെച്ചൊരു ട്രയാങ്കിൾ നിങ്ങൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം. എന്താ, ഞങ്ങൾ അതിൽ 6 വരയ്ക്കും, 3 വെച്ച് ആർക്ക് വരയ്ക്കും, 2 ഇപ്പുറത്ത് വെച്ച് ആർക്ക് വരയ്ക്കും, 2 കൂടെ കൂട്ടിമുട്ടിക്കുന്നത്. നിങ്ങളൊന്ന് കൂട്ടിമുട്ടിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കിയേ. പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഏറ്റവും വലിയ വശം ഏതാണെന്ന് നിങ്ങൾ ഫസ്റ്റിൽ എടുക്കുക. നിങ്ങളോടുള്ള അടുത്ത ചോദ്യങ്ങളാണ്. നമ്മളിപ്പോൾ പഠിച്ച ഓർഡറിൽ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും ഫോട്ടോ കുഞ്ഞുങ്ങളെ. ഇനി നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളായത് കേട്ടോ. അതായത് ഏറ്റവും വലിയ വശം എടുക്കുക ആദ്യമേ. ഏറ്റവും വലിയ വശം ഏതാ നോക്കിയേ? ലാർജ് സൈഡ് ഏതാണ്? ഇവിടെ 6 ആണ്. ഏറ്റവും ചെറിയ 2 വശങ്ങൾ ഏതാ നോക്കിയേ? 3ഉം 2ഉം എത്ര കുഞ്ഞുങ്ങളെ? 3ഉം 2ഉം എത്ര? 5 ആണ്. അപ്പോൾ എന്താ, ഏറ്റവും വലിയ വശത്തിനേക്കാൾ ചെറുതല്ലേ അത്. അപ്പം നമുക്ക് എന്താണത് വരയ്ക്കാൻ പറ്റത്തില്ല. സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വരച്ചു നോക്കാം. ആ ഡൗട്ട് അങ്ങ് ക്ലിയർ ചെയ്യാം. ഏറ്റവും വലിയ വശം നോക്കൂ നിങ്ങളെ, 6 സെൻറ്റിമീറ്റർ. നല്ലപോലെ നോക്കണേ. 6 സെൻറ്റിമീറ്റർ ഉള്ള ഞാനൊരു ലൈൻ വരയ്ക്കും. നല്ലപോലെ നോക്കണേ. 0 മുതൽ 6 സെൻറ്റിമീറ്റർ ഞാനൊരു വര വരച്ചു. ഏറ്റവും വലിയ വശം എടുത്ത് ഞാൻ താഴെ വരച്ചു. ഇനി നിങ്ങൾ ചോദിക്കും, എന്താ 3, 2 ഒന്നും പറ്റും, ഏത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ കേട്ടോ. നമുക്ക് അങ്ങനെ ഇന്നതൊന്നും എടുക്കണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ ഏറ്റവും വലിയ വശം ആയതുകൊണ്ട് അതങ്ങ് താഴെ വരച്ചതാണ്. ഇനി നോക്കിയേ, അടുത്തത് നോക്കൂ നിങ്ങൾ. അടുത്ത ഏതാ? 3ഉം 2ഉമാണ്. അപ്പം നമ്മൾ കോമ്പസിൽ 0 to 3 എടുക്കുക. 0 to 3 കേട്ടോ. കോമ്പസിൽ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളങ്ങ് എടുത്താൽ മതി. ഇങ്ങനെ കോമ്പസ് വെച്ചിട്ട് 0 to 3 അതായത് 6 സെൻറ്റിമീറ്റർ നമ്മൾ വരച്ചു. അടുത്ത നമ്മളപ്പോൾ 3 സെൻറ്റിമീറ്റർ ഞാൻ ഇപ്പുറത്ത് കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ആർക്ക് ഞാനിവിടെ അങ്ങ് വരച്ചു. കണ്ടോ, ഒരാർക്ക് ഞാൻ വലിയൊരു, കാരണം ഇത് എവിടെ മുട്ടുന്നതെന്ന് അറിയാൻ പറ്റുന്നതുകൊണ്ട് കണ്ടോ, ഒരാർക്ക് ഞാൻ വരച്ചു. മനസ്സിലായോ? ഇനി അടുത്ത എത്ര തന്നിരിക്കുന്നത് നോക്കിയേ. അടുത്ത എത്ര? 2 സെൻറ്റിമീറ്റർ. അത് ഞാൻ എന്ത് ചെയ്തു, കോമ്പസിൽ എടുത്തിട്ട് 2 സെൻറ്റിമീറ്റർ ഉണ്ടേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, 2 സെൻറ്റിമീറ്റർ എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പുറത്ത് വെച്ചിട്ട് ഉണ്ടോ 2 സെൻറ്റിമീറ്റർ ഒരു ആർക്ക് വരച്ചു. നിങ്ങൾ നോക്കിക്കേ, ഞാനിതൊരു സർക്കിളായിട്ട് ഞാൻ ചുമ്മാതെ, കാരണം നിങ്ങളുടെ ടെസ്റ്റിൽ അങ്ങനെ കൊടുത്തത് കൊണ്ട് ഞാനൊരു സർക്കിളായിട്ട് അങ്ങ് കാണിക്കുക. കാരണം എന്താ, അവർ തങ്ങളിൽ എന്താണ് നോക്കിയേ, കൂട്ടിമുട്ടുന്നുണ്ടോ? മനസ്സിലായോ? ഇവിടെ നമ്മൾ എത്ര എടുത്തത്? 3 ആണ് എടുത്തത്. മറ്റേടത്ത് എത്ര എടുത്തത്? 2 ആണ് എടുത്തത്. ഒന്ന് മനസ്സിലാവാൻ വേണ്ടി നിങ്ങളുടെ ടെസ്റ്റിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അത് കൂട്ടിമുട്ടുന്നില്ല. അവിടെ നോക്കിയേ, നമ്മൾ ആർക്ക് വരയ്ക്കുമ്പോൾ അവിടെ 2 സർക്കിളായിട്ട്. കാരണം എന്താ, ഇവർ തങ്ങളിൽ നോക്കി എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് അതിനകത്ത് ട്രയാങ്കിൾ കൂട്ടിമുട്ടിയെങ്കിലെല്ലാം നമുക്ക് ഇതിനെ 2നെയും കൂടെ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഉണ്ടോ? എന്താ, അവർ തങ്ങളിൽ എന്താ കൂട്ടിമുട്ടുന്നില്ല കേട്ടോ. അവർ തങ്ങളിൽ നോക്കിയേ, ഇവിടെ അവർ തങ്ങളിൽ ഒരു കാരണവശാലും കൂട്ടിമുട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പേ ഞാനൊന്ന് പഠിപ്പിച്ചായിരുന്നു. ഞാനിപ്പോൾ ഇത് പഠിപ്പിച്ചപ്പോഴാണ് നിങ്ങളെ ഓർത്തെ, നമ്മൾ പഠിച്ചായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ തെറ്റു. ഇതങ്ങ് പറയാം. നോക്കിയേ,
മനസ്സിലായോ? ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞ എന്താ, ഇതിനു മുമ്പേ നമ്മൾ ഒരെണ്ണം കൂടെ പഠിച്ചായിരുന്നു. എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഒന്ന് ബാക്കിലോട്ടൊന്ന് പോകണേ നിങ്ങൾ കേട്ടോ. അതായത് നമ്മൾ ഇത് പഠിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പഠിച്ചായിരുന്നു. എന്താണെന്നറിയോ, ഇപ്പോൾ ഇവിടെ പിന്നെ 5 സെൻറ്റിമീറ്റർ ഒന്ന് മനസ്സിലാക്കണേ നിങ്ങളെ. ഇവിടെ ഞാനൊരു 7 സെൻറ്റിമീറ്റർ, ഇവിടെ ഞാനൊരു 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അല്ലേ, ഇവിടുത്തെ ഏറ്റവും വലിയ വശം ഏതാ അല്ലേ, നമ്മളത് പഠിച്ചതാ. അതൊന്നുകൂടെ ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഏറ്റവും വലിയ വശത്തിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതായിരിക്കും ഏറ്റവും വലിയ ആംഗിൾ. ഓർമ്മയുണ്ടോ? നമ്മളത് പഠിച്ച എൻ്റെ ക്ലാസ് കണ്ടവർക്കെല്ലാം ഞാൻ എളുപ്പവഴി പറഞ്ഞു തന്നെയാണ്. ഏറ്റവും വലിയ വശത്തിൻ്റെ പേരെന്താ ഇവിടെ? BC അല്ലേ. BCയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആരായിരിക്കും? ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ BC എത്രയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതായിരിക്കും ഏറ്റവും വലിയ ആംഗിൾ. ഏറ്റവും വലിയ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്നതായിരിക്കും ഏറ്റവും വലിയ ആംഗിൾ അല്ലേ. അപ്പോൾ 7 അല്ലേ ഏറ്റവും വലുത്, അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന A ആണ്. ഇനി 7 കഴിഞ്ഞാൽ അതി ചെറുത് ഏതാ? 5. 5ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആരാ നിങ്ങളെ? BA അല്ലേ. 5 അതായത് ഇവിടെ ഏതാ? C. ACയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആരാണ്? B ആണ് അല്ലേ. അപ്പോൾ AC എന്ന് പറഞ്ഞ മിഡിൽ അല്ലേ, മിഡിൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? ആംഗിൾ B ആണ്. നമ്മൾ പഠിച്ചതാ അല്ലേ. പിന്നെയോ ഏറ്റവും ചെറുത് ആരാണ്? ഇവിടെ AB ആണ്. ഏറ്റവും ചെറിയ സൈഡ് 3 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആരാണ്? ആംഗിൾ C ആണ് അല്ലേ. നമ്മൾ പഠിച്ചത് കൊണ്ട് ഞാനതൊന്നും കൂടെ പറഞ്ഞാൽ, കാരണം എല്ലാം ഒന്ന് റിവൈസ് ചെയ്തത് പറഞ്ഞപ്പോൾ നിങ്ങൾ ആയിരിക്കും അത് ഞങ്ങളെ പഠിപ്പിച്ചില്ലയോ അല്ലേ. നമ്മളതും പഠിച്ചത് കൊണ്ടൊന്ന് ഓടിച്ചിട്ട് പറഞ്ഞാണ് നിങ്ങൾ കേട്ടോ. അതുകൊണ്ട് ഏറ്റവും വലിയ വശത്തിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് വലിയ ആംഗിളാണ്. അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന 5 ആണ്. 5ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന B ആണ്. ഏറ്റവും ചെറുത് കേട്ടോ, ഏറ്റവും വലുത്, ചെറുത്, ഏറ്റവും ചെറുത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആംഗിൾ C ആണ്. പിന്നെ ഒന്നുകൂടെ നമ്മൾ പറഞ്ഞു എന്താ, ഈ 3 ആംഗിളും കൂടെ കൂട്ടി നോക്കുമ്പോൾ എത്ര വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്? 180 ഡിഗ്രി. എപ്പോഴും ഓർത്തോണേ കുഞ്ഞുങ്ങളെ, അത് നമ്മൾ അളന്ന് കഴിഞ്ഞ പ്രാവശ്യം പ്രൊട്രാക്ടർ വെച്ചിട്ട് അളന്ന് നമ്മൾ വരച്ചതാണ്. ഈ 3 ആംഗിളും കൂടെ കൂട്ടി നോക്കുമ്പോൾ, 3 കോണുകളും കൂടി കൂട്ടി നോക്കുമ്പോൾ എത്ര വരണം? 180 വരണം. നമ്മൾ അത്രയും പഠിച്ചതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത്രയും ഇല്ല. പിന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചേതാ, നമുക്കെല്ലാം ആർക്ക് വെച്ച് വരച്ച്, നമുക്ക് ആർക്ക് വെച്ചാൽ നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു, 3 വശങ്ങൾ തന്നു കഴിഞ്ഞാൽ ആർക്ക് വെച്ച് വരച്ചാൽ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്ന്. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായോ? പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? സംശയം മാറിയോ? അതായത് നമുക്ക് തന്ന 3 വശങ്ങളിൽ ഏറ്റവും വലിയ വശമാണ് ലാർജ് അല്ലേ, ഏറ്റവും വലിയ വശം. ആ ഏറ്റവും വലിയ വശത്തിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചെറിയ 2 വശങ്ങൾ തങ്ങളിൽ കൂട്ടി നോക്കുമ്പോൾ ഈ വലിയ വശത്തിനേക്കാൾ ചെറുതാണെങ്കിൽ, കൂട്ടി നോക്കിയപ്പോൾ ഇവിടെ നോക്കി 5 അല്ലേ വന്നേ ഇല്ലയോ, വലിയ വശത്തിനേക്കാൾ ചെറുതല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായോ? വേണേ നിങ്ങൾ ഒരെണ്ണം കൂടെ ഞാൻ തരാം, അപ്പോൾ ആ ഡൗട്ട് അങ്ങ് മാറും. ഇപ്പം ഞാൻ പറയാം, 8 സെൻറ്റിമീറ്റർ മനസ്സിലാക്കണേ നിങ്ങൾ, 5 സെൻറ്റിമീറ്റർ, പിന്നെ ഒരു 3 സെൻറ്റിമീറ്റർ എന്നും പറയാം. മനസ്സിലായോ? 8 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. അവിടെ തെളിച്ചമാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ എഴുതാം. 8 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. ഇത് നോക്കിക്കേ, ഏറ്റവും വലിയ വശം ഏതാ? ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ്. ചെറിയ 2 വശങ്ങൾ തങ്ങളിൽ നോക്കിയോ നിങ്ങൾ, എത്ര? 5 3 8 സെൻറ്റിമീറ്റർ ആണ്. നോക്കിയേ, ഇത് രണ്ടും ഒരേപോലെയല്ലേ വന്നത്? ഒരേപോലെ വന്നാലും കിട്ടത്തില്ല. ഡൗട്ട് വേണമെങ്കിൽ നമുക്കങ്ങ് മാറ്റാം. ഇനി അത് എന്താ കിട്ടാത്തതെന്നുള്ള ഡൗട്ട് നമുക്ക് മാറ്റാം. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ 8 സെൻറ്റിമീറ്റർ അല്ലേ, നമ്മൾ ക്ലിയർ ചെയ്യും. ഞാൻ വിചാരിച്ച് എക്സസൈസ് ഫുള്ള് ചെയ്യാമെന്ന് വിചാരിച്ചത്, നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവണ്ടേ. അപ്പോൾ നോക്കിക്കേ, 8 സെൻറ്റിമീറ്റർ ഞാനിവിടെ വരച്ചു കേട്ടോ. 0 to 8, ഇവിടെ നമ്മൾ 0 to 8. അപ്പോൾ 8 സെൻറ്റിമീറ്റർ നമ്മൾ വരച്ചു. അടുത്ത എത്ര നോക്കിക്കേ, അടുത്ത എത്ര കുഞ്ഞുങ്ങളെ? 5 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത എത്ര? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ കോമ്പസിൽ 0 to 5 കണ്ടേ, 0 to 5 കാണാമല്ലോ. 0 to 5 എടുത്തിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഒരാർക്ക് വരയ്ക്കാം. ഈ ആർക്കെന്ന് ഉദ്ദേശിച്ചാൽ ഞാനങ്ങ് സർക്കിൾ ആക്കും കേട്ടോ, കാരണം നിങ്ങൾക്ക് ആ ഡൗട്ട് അങ്ങ് മാറാൻ വേണ്ടിയാണ്. ഇനി നിങ്ങളുടെ ബുക്കിൽ നിങ്ങളങ്ങ് ആർക്ക് വരയ്ക്കണം കേട്ടോ. ആർക്ക് മീൻസ് സർക്കിൾ ആക്കിക്കോ. ഇനി അടുത്ത എത്ര നോക്കിക്കേ, 3 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ കോമ്പസിലെടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ ആൻഡ് ഇവിടെ കണ്ടല്ലോ 3. എന്നിട്ട് ഇപ്പുറത്ത് വെക്കുക. എന്നിട്ട് നോക്കിക്കേ, കോമ്പസ് അനങ്ങുന്നുണ്ട് കേട്ടോ. 3 സെൻറ്റിമീറ്റർ. കോമ്പസിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കോമ്പസിൽ എപ്പോഴും കോമ്പസിനേക്കാൾ ചെറിയ പെൻസിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ കേട്ടല്ലോ ഇങ്ങനെ കിടന്ന് ഓടേണ്ടി വരും.
നോക്കിയോ നിങ്ങളെ, ഇവർ തങ്ങളിൽ നോക്കിയേ ഇങ്ങനെ ഒരസി. കാരണം എന്താണെന്നറിയാം, ഒരസി പോയിട്ടേ ഉള്ളൂ. മനസ്സിലായോ? ഒരസി ഒരു ചെറിയൊരു ഒരസൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ കേട്ടോ. അവർ തങ്ങളിൽ കൂട്ടിമുട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൂട്ടിമുട്ടുന്നില്ല. അവർ തങ്ങളിൽ എന്താണ് നമ്മുടെ ചിത്രത്തിലാണ്ട് ടെസ്റ്റിലൊക്കെ അതിൻ്റെ പടമൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ നോക്കട്ടെ. അതെ, ഇവിടെ നോക്കിക്കേ 6 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ നീളം തന്നിരിക്കുന്നത്. മറ്റ് 2 സൈഡുകളെന്ന് പറയുന്നത് നോക്കിയേ 2ഉം 3ഉമാണ്. 3ഉം 2ഉം കൂടെ എത്ര കൂട്ടി 5 വരത്തുള്ളൂ അല്ലേ? 5 വരത്തുള്ളൂ. 6 വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം നോക്കിയേ അത് രണ്ടും എന്താ നോക്കിക്കേ, അത് രണ്ടും എന്താ അവിടെ കൂട്ടിമുട്ടിയോ? ഇല്ല. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇവിടെ എന്താണ്, രണ്ടും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അവർ തങ്ങളിൽ കൂട്ടിമുട്ടത്തില്ല കേട്ടോ. ഇവിടെ ഇച്ചിരി ഗ്യാപ്പുണ്ട്, നമ്മുടെ കോമ്പസ് ഇരുന്ന് അനങ്ങിയതുകൊണ്ടാണ് ഇവിടെ ഗ്യാപ്പ്. കാരണം എപ്പോഴും ഓർത്താൽ മതി, ഇതിനേക്കാളിൽ വലിയ സെൻറ്റിമീറ്ററിനേക്കാൾ എപ്പോഴും എന്തായിരിക്കണം, കൂടുതലായിരിക്കണം ചെറിയ 2 സെൻറ്റിമീറ്റർ തങ്ങളിൽ കൂട്ടുമ്പോൾ കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഒരു ട്രയാങ്കിൾ കിട്ടത്തുള്ളൂ. ആണ്ട് ഇവിടെ അതിൻ്റെ ഒരു റൂൾസ് ഉണ്ട്. ഇൻ എനി ട്രയാങ്കിൾ ദ ലെങ്ത് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സൈഡ് ഈസ് ലെസ് ദാൻ ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് ദ അതർ 2 സൈഡ് കേട്ടോ. നമ്മൾ ആ ക്ലൂ വെച്ചാണ് ഇതെല്ലാം പഠിച്ചത്. ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് ദ 2 സ്മാളർ അല്ലെങ്കിൽ സ്മാളർ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് മോർ ദാൻ ദ ലെങ്ത് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സൈഡ്. രണ്ടായാലും ഒന്ന് തന്നെ കുഞ്ഞുങ്ങളെ ഓർത്താൽ മതി. എന്താ, ഇപ്പം നമ്മുടെ അടുത്ത് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം കുഞ്ഞുങ്ങളെ. ഇവിടെ 10 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുക, നമുക്കിത് ചെയ്താൽ ട്രയാങ്കിൾ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. കിട്ടുമോ? നമ്മളത് നോക്കുക. വലുതേതാ ഇവിടെ 10 സെൻറ്റിമീറ്റർ, ചെറുതേതാ ഇവിടെ 6ഉം ഉണ്ട് 3ഉം ഉണ്ട്. 6ഉം 3ഉം കൂടെ കൂട്ടിയാൽ എത്ര? 9 അല്ലേ വരുന്നുള്ളൂ. 10നേക്കാൾ കൂടുതലാണോ? അപ്പം ഇത് പറ്റത്തില്ല എന്ന്. ഇതാ നമ്മൾ പഠിച്ചത്. ഇത്രയേ ഉള്ളൂ. ഇതറിയാമെങ്കിൽ ഓക്കെ ആണല്ലോ. നമുക്ക് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് നമുക്ക് നോക്കാം കുഞ്ഞുങ്ങൾ. ഇവിടെ നോക്കിയേ. ഓക്കെ, ഒന്നാമത്തെ കണക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പം അറിയാമല്ലോ നമുക്ക് ഇല്ലേ, എക്സസൈസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത്. ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, നോക്കണേ കുഞ്ഞുങ്ങളെ, ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആർ നാച്ചുറൽ നമ്പേഴ്സ് ഇഫ് ദ ലെങ്ത് ഓഫ് 2 സൈഡ് ആർ, ലെങ്ത് തന്നിട്ടുണ്ട്, നീളം തന്നിട്ടുണ്ട്, 2 സൈഡ്സ് ആർ 5 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും. നോക്കണേ, ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ് അപ്പം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ, ഒരു ത്രികോണത്തിൻ്റെ 2 സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പോസിബിൾ നമ്പർ വിച്ച് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് ദ 3rd സൈഡ്? ഒരു ട്രയാങ്കിൾ വേണമെന്നുണ്ടെങ്കിൽ 3 സൈഡ് വേണം. നമുക്ക് എത്ര സൈഡ് തന്നിട്ടുണ്ട്? 2 സൈഡ് തന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ നാച്ചുറൽ നമ്പർ, ഇത് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആർ നാച്ചുറൽ നമ്പർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ? നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യയാണല്ലേ. എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ നമുക്ക്. എന്താ? 1, 2, 3, 4, 5, 6, 7 ഇതല്ലേ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ അല്ലയോ. പക്ഷെ നമ്മളോട് പറഞ്ഞ എന്താ, ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇഫ് ദ ലെങ്ത് ഓഫ് 2 സൈഡ് നമ്മളോട് പറയുന്നുണ്ട്. എത്രയ്ക്കാ നിങ്ങളെ? 5ഉം പറയുന്നുണ്ട് 8ഉം പറയുന്നുണ്ട്. നല്ലപോലെ മനസ്സിലാക്കണേ കേട്ടോ. 5 പറയുന്നുണ്ട് 8ഉം പറയുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കിയോ നിങ്ങളെ, ഒന്നാമത്തെ നമ്മൾ നാച്ചുറൽ നമ്പർ 1 ആണ് അല്ലേ. 1. അടുത്ത 2 എണ്ണം 5 കിട്ടുക. അപ്പം ഇതിനകത്തുള്ള ഏറ്റവും വലുത് ഏതാ നോക്കിയേ? 8 അല്ലേ ഏറ്റവും വലുത്. ചെറുത് ഏതൊക്കെയാണ്? അപ്പം നോക്കിയേ, 5ഉം 1ഉം അല്ലേ ചെറുത്. അവ രണ്ടും കൂടെ കൂട്ടി നോക്കിയപ്പോൾ എത്ര വന്നത്? എത്ര നിങ്ങളെ? ലാർജ് നമ്പർ എന്ന് പറയുന്നത് 8 ആണ് ആണല്ലോ. സ്മാൾ നമ്പർ എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പറുകൾ? 5ഉം ഏതാ 1ഉമാണ്. അത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 6 അല്ലേ കിട്ടിയുള്ളൂ അല്ലയോ. അപ്പോൾ അത് നോക്കിക്കേ, അതിനേക്കാൾ ചെറുതല്ലേ. അപ്പോൾ ഇത് കിട്ടുമോ? ഇല്ല. ഇത് നമുക്ക് എന്താ, വരയ്ക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കി പോണേ കേട്ടോ. അടുത്തത് നമ്മൾ പറയാം 5ഉം 8ഉമാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 വശം 5 8ഉമാണ്. അടുത്ത നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ 2 ആണ്. ഏറ്റവും വലിയ നമ്പർ എന്ന് വെച്ചാൽ 8 ആണ്. ചെറിയത് രണ്ടും കൂടെ കൂട്ടിയേ, 5ഉം 2ഉം എത്ര? 7 അല്ലേ. അപ്പോൾ വലിയ സംഖ്യ എന്ന് വെച്ചാൽ 8 ആണ്. ചെറിയ സംഖ്യ എന്ന് വെച്ചാൽ 5 അധികം 2 എത്ര? 5ഉം 2ഉം 7 ആണ്. ഈ നോക്കിയേ, 8നേക്കാൾ ചെറുതല്ലേ 7. അപ്പോൾ അത് പറ്റുമോ? ഇല്ല.
കേട്ടോ. അടുത്ത നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ 3 മറ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ഉം 8ഉമാണ്. അപ്പോൾ ഇവിടുത്തെ എന്താണ് ലാർജ് നമ്പർ എന്ന് പറയുന്നത് 8ആണ്. സ്മാൾ നമ്പർ എന്ന് പറയുന്നത് 5 + 3 എന്ന് പറഞ്ഞാൽ 8ആണ്. രണ്ടും 8ആയി. മുമ്പ് നമ്മൾ പറഞ്ഞതാ ഒരേ സംഖ്യയിൽ വന്നാൽ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ അതും പറ്റത്തില്ല കേട്ടോ. ഇത് പഠിച്ച് വെച്ചേക്കണേ നിങ്ങളെ, രണ്ടും പറ്റത്തില്ല കേട്ടോ. അടുത്ത നമ്പർ ഏതാ? 4ആണ്. അതും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് തന്ന 2 വശം 5ഉം 8ഉമാണ്. നോക്കിക്കേ, 4ഉം 5ഉം. ഓക്കെ, ലാർജ് നമ്പർ എന്ന് പറയുന്നത് 8ആണ്. സ്മാൾ നമ്പർ എന്ന് പറയുന്നത് നോക്കൂ നിങ്ങളിവിടെ 5ഉം 4ഉമാണ്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? 9 കിട്ടിയല്ലോ. നോക്കിയേ, 9 കിട്ടിയല്ലോ. കാരണം എന്താ, ഈ ലാർജ് നമ്പറിനേക്കാൾ മറ്റേത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ വലിയ നമ്പർ കിട്ടി. എത്ര കിട്ടിയത്? 9 കിട്ടി. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നാച്ചുറൽ നമ്പറുകളെല്ലാം നമുക്ക് കിട്ടത്തില്ലേ? കിട്ടുമോ? അപ്പോൾ എത്ര എണ്ണം കിട്ടുക നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ പോസിബിൾ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്? എത്രയൊക്കെ വരുമെന്നാണ്, എത്രയൊക്കെ വരുമെന്നാണ് അതിൻ്റെ സാധ്യത ഉണ്ടെന്ന്, പോസിബിൾ സാധ്യതയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ എങ്ങനെ അറിയാവുന്ന ഇതിനൊരു എളുപ്പവഴിയും പറയുന്നുണ്ടോ നിങ്ങൾ? എന്താണെന്നറിയോ, ഇങ്ങനെ നമ്മൾ ഓരോന്നിനെ ഇട്ട് ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെ നമ്മളിപ്പോൾ ഈ മാല ഇട്ട് ഇങ്ങനെ ഇപ്പോൾ ഇത് നോക്കി 5, 4, 9 ഇവിടെ വരുന്നത്. ഇതിട്ട് അപ്പോൾ ഇത് മുതൽ പറ്റും. അപ്പോൾ അടുത്ത് നോക്കി, അടുത്തത് 5, 8. അപ്പോൾ ഇവിടെ എത്ര? 10 വരുന്നത്. ഇത് 8. അപ്പോൾ ഇതും പറ്റും. ഇവിടെ 6ഉം 5ഉം 11. ഇത് 8. അപ്പോൾ ഇതും പറ്റും. ഇങ്ങനെ നമ്മൾ ചെയ്യത്തില്ലേ? ഇങ്ങനെ ചെയ്ത് 8 ഇങ്ങനെ ചെയ്ത് പോകത്തില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ ചെയ്ത് 5, 8. അപ്പോൾ ഇവിടെ 8, 5, 13 ഇങ്ങനെ ചെയ്ത് നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ പറ്റും. അപ്പോൾ ഇത് എവിടം വരെ പറ്റും? ഇങ്ങനെ പറ്റും എന്ന് പറഞ്ഞാൽ അങ്ങ് പോയാൽ മതിയോ? അല്ല, എവിടെ വരെ പറ്റും എന്നുള്ളതിന് എളുപ്പവഴി എന്താണെന്നറിയോ? നമുക്ക് ഈ തന്നിരിക്കുന്ന 2 സൈഡ് ഉണ്ടല്ലോ, 2 സൈഡ് ഏതൊക്കെയാണ്? അതിൻ്റെ സം എടുക്കണം കേട്ടോ. ഇങ്ങനെ എഴുതിയത് സം എന്ന് വെച്ചാൽ അതിൻ്റെ തുക എന്ന് വെച്ചാൽ 5 + 8 എത്രയാണെന്നറിയോ? 8, 5, 13. ഇനി അവ തങ്ങളുടെ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എന്ന് എഴുതുക. ഡിഫറൻസ് എന്ന് പറയുന്നത് 8 - 5 എത്രയാണെന്നറിയോ? 8 ൽ 5 പോയാൽ 3 കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇതിലെ കണക്ക് വേറെയുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 വശം തന്നിട്ടുണ്ട്. മറ്റേ വശം നമ്മൾ കണ്ടുപിടിക്കാനാണെങ്കിൽ തന്നിരിക്കുന്ന വശങ്ങൾ കണ്ടല്ലോ, തന്നിരിക്കുന്ന വശങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം കൂട്ടി വെക്കുക, പിന്നെ കുറച്ച് വെക്കുക. അപ്പോൾ അത് തങ്ങളി എത്ര കിട്ടി? ഇവിടെ നമുക്കൊന്ന് 13 കിട്ടി, പിന്നെ എത്ര? 3 കിട്ടി അല്ലേ? അപ്പോൾ നോക്കി, ഈ 13ൻ്റെയും 3ൻ്റെയും ഇടയ്ക്ക് എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കിയാൽ മതിയോ നിങ്ങളെ? 13ൻ്റെയും 3ൻ്റെയും ഇടയിൽ, മനസ്സിലായോ? ഡിഫറൻസ് 3 കിട്ടി, സമ്മ് 13 കിട്ടി. ഇതിനിടയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ 3 അല്ലേ? 3 കഴിഞ്ഞിട്ട് ഏതാ? 4, 5, 6, 7, 8, 9, 10, 11, 12 കണ്ടോ? ഇത്രയും സംഖ്യ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇതിൻ്റെ ഇടയിലുള്ള സംഖ്യ. അപ്പം ഇത് കണ്ടുപിടിക്കാമെങ്കിൽ നമുക്ക് ഇത് എളുപ്പം കണ്ടുപിടിച്ചുകൂടായോ? മനസ്സിലായോ? അപ്പം 4ൻ്റെയും 12ൻ്റെയും ഇടയിലുള്ള എത്ര സംഖ്യകളെല്ലാം വെച്ച് ചെയ്താൽ നമുക്ക് എന്താ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും കേട്ടോ. തേർഡ് സൈഡ് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പം പിടികിട്ടിയോ? എളുപ്പമല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് ഏത് കണക്ക് തന്നാലും ചെയ്യാൻ പറ്റുമല്ലോ. ചോദ്യം മനസ്സിലായിരുന്നോ കുഞ്ഞുങ്ങളെ? അതായത് ഒരു നാച്ചുറൽ നമ്പർ വെച്ചാണ് നമ്മളിത് ചെയ്തത്. 1, 2 നാച്ചുറൽ നമ്പർ വെച്ച് എണ്ണൽ സംഖ്യ വെച്ചല്ലേ നമ്മളിങ്ങനെ ചെയ്തപ്പം 2 സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാം ഏറ്റവും വലിയ സൈഡ് ഏതാണെന്ന് വെച്ചാൽ ആദ്യമേ അത് നോക്കുക. എന്നിട്ട് ചെറിയ 2 സൈഡും കൂടെ എന്ത് ചെയ്യുക? കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന വലിയ സംഖ്യയേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റൂ എന്ന് നമുക്കറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാല പടിഞ്ഞ് ഇങ്ങനെ ആണോ അല്ലയോ ഇത് ചെയ്യുന്നതിൽ കുറച്ചുകൂടെ എളുപ്പം തന്നിരിക്കുന്ന 2ൻ്റെയും കൂടെ എന്ത് ചെയ്യുക? സമ്മ് നോക്കുക, ആദ്യം കൂട്ടുക, പിന്നെ കുറയ്ക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഇടയിൽ വരുന്ന 3ൻ്റെയും 13ൻ്റെയും ഇടയിൽ വരുന്ന സംഖ്യകൾ വെച്ച് ചെയ്താൽ നമുക്ക് കിട്ടുമെന്ന്. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ചെയ്യാം. ഓക്കെ, ഞങ്ങളെ അടുത്ത നോക്കിക്കേ. ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആർ all natural numbers and 2 of the sides are 1 centimeter and 99 centimeters. What is the length of the third side? മുമ്പ് പറഞ്ഞ പോലെ തന്നെ the length of the side of a triangle are all natural numbers. ഇനി 2 ഓഫ് ദ സൈഡ്സ്, 2 സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? 1 സെൻറ്റിമീറ്ററും 99 സെൻറ്റിമീറ്ററും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്? മൂന്നാമത്തെ സൈഡ് മുമ്പ് ചെയ്ത പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. മൂന്നാമത്തെ സൈഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ചെയ്യാം.
രണ്ടാമത്തെ ചോദ്യം മനസ്സിലായല്ലോ നിങ്ങളെ. നമുക്ക് എന്താ ലെങ്ത് രണ്ടളവ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കിക്കേ. 1 സെൻറ്റിമീറ്ററും 99 സെൻറ്റിമീറ്ററും അല്ലേ. 1 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, 2 സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നാച്ചുറൽ നമ്പർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ നമുക്കറിയാം 1 അല്ലേ. അപ്പോൾ ഇവിടെ ഇവിടെ 1 സെൻറ്റിമീറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നാച്ചുറൽ നമ്പർ അല്ലേ. ഇവിടെ 1 സെൻറ്റിമീറ്റർ 99 സെൻറ്റിമീറ്റർ. ഏറ്റവും വലിയ വശം ഏതാ? 99 അല്ലേ. ഇവിടെ 1 എത്ര? 2. അപ്പം നോക്കിയേ, 1 2 പറ്റുമോ? 1 എത്ര? 2. ഇതിനേക്കാൾ വലുതായെങ്കിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ 3 സൈഡുകൾ തരുമ്പോൾ അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കുക. ഏറ്റവും വലുത് 99 നമുക്ക് കൂട്ടുമ്പോൾ ഈ 99നേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം നോക്കിയേ, 1 2 ആയതേ ഉള്ളൂ. ഇനി ഞാൻ 2 ഇട്ട് കൊടുത്തെന്ന് വെച്ചോ നിങ്ങളെ. 2 1 എത്ര? 3. 99നേക്കാൾ കുറവാണേ. മനസ്സിലായോ? അങ്ങനെ ഞാൻ നിങ്ങളൊന്ന് നോക്കിയേ, 3 4 5 ഒക്കെ ഇട്ട് കൊടുത്താലും ഈ 99നേക്കാൾ കൂടുതലാവുന്നുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഉണ്ടോ? നിങ്ങൾ നോക്കിയേ. ഇപ്പം ഞാൻ 6 ഇട്ട് കൊടുക്കുക. 6 ഒന്നുകൂടെ കൂട്ടുമ്പോഴും എത്ര? 7 ആവുന്നതല്ല ഉള്ളോ? 99നേക്കാൾ കൂടുതലാണോ? മനസ്സിലായോ? അങ്ങനെ ആണെങ്കിൽ അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. 7 ഒന്ന് ചിന്തിച്ചേ നിങ്ങളെ. പറ്റുമോ? 99നേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറയാം 98 ഇട്ട് കൊടുക്കാം. 98 അധികം 1 എന്ന് വെച്ചാൽ എത്ര? 99 അല്ലേ. 98 ഇട്ട് കൊടുത്തപ്പോൾ എന്താ? 99 കിട്ടുമോ? ഇല്ല അല്ലേ. 99നേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലയോ. 99നേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ 99 ഇട്ട് കൊടുത്താലോ? ഇതെന്തോ ഇട്ട് കൊടുക്കുന്നതെന്ന് അറിയാം. നാച്ചുറൽ നമ്പർ 1 മുതൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഈ ചെറിയ സംഖ്യകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ ഈ വലിയ സംഖ്യയേക്കാൾ കൂടുതലായിരിക്കണം അല്ലേ. അങ്ങനെയല്ലേ എൻ്റെ റൂള്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ചെറുത് അങ്ങനെ കൂട്ടി വന്നപ്പോൾ ഒരിക്കലും കിട്ടുന്നില്ല. 98 ഇട്ട് കൊടുത്തപ്പോഴും 99 വന്നു. എന്നാൽ ഞാൻ 99 ഇട്ട് കൊടുത്തപ്പോൾ എത്ര ആവും നിങ്ങളെ വന്നേ? 100 വന്നേ അല്ലേ. 100. അപ്പം എന്താ? 99നേക്കാൾ കൂടിയില്ലേ അല്ലേ. 99 ഏറ്റവും വലുത്. അപ്പം ഞാൻ 99 ഇട്ട് കൊടുത്തപ്പോൾ എത്ര വന്നു? 100 വന്നു. അപ്പം കിട്ടി. എന്നാൽ ഞാൻ അടുത്ത ഒന്ന് നോക്കട്ടെ നിങ്ങളെ. 100 ഇട്ട് കൊടുക്കുക. 100 പ്ലസ് 1 അല്ലേ. 100 പ്ലസ് 1 നമുക്ക് എത്ര വരേണ്ടത്? 99 വരണം. 100 പ്ലസ് 1 ഇട്ട് കൊടുക്കുമ്പോൾ എത്ര വരണം? വലിയ സംഖ്യ അപ്പം ഇവിടെ ഏതാന്ന് നോക്കിയേ? 100 അല്ലേ വരുന്നത്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ നിങ്ങളെ? 99 ഞാൻ ഇട്ട് കൊടുത്തു. 99 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 100 കിട്ടി. അപ്പം നമുക്ക് ഈ 99നേക്കാൾ വലുതിവിടെ കിട്ടി. മനസ്സിലായോ? ഇനി ഞാൻ പറയുക, അങ്ങനെയാണെങ്കിൽ ഞാൻ 100 ഇട്ട് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ സംഖ്യ ഈ 99 മാറി 100 പോകത്തില്ലയോ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഈ 3 വലിയ സംഖ്യ 99 നമ്മളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ അതീ വലുത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം പിടികിട്ടിയോ? അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ചെയ്യുന്നത് ഈ ഭേദം മുമ്പ് ചെയ്ത അതേ രീതി വെച്ച് ചെയ്താൽ മതി അല്ലേ. സമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന 2 കൂടെ കൂട്ടുക. 1 + 99 = 100 അല്ലേ. ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത് മലയാളം മീഡിയക്കാർക്ക് വ്യത്യാസം എന്നാണേ കുഞ്ഞുങ്ങളെ. എന്ന് വെച്ചാൽ തുക കേട്ടോ. എത്ര? 99 മൈനസ് എത്ര? 1 = 98. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ഇവിടെ നമ്മളപ്പോൾ എടുത്ത് 2 എടുത്ത് എത്ര എടുത്തത് 99 ആണ് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ ആൻസർ എത്ര? 99 ആണ് ഇവിടുത്തെ ആൻസർ കേട്ടോ. 99 വന്ന എന്താണ്? 98ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് 99 വന്നത്. അത് വെച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ 100 വെച്ച് ചെയ്യുമ്പോഴും കിട്ടുന്നില്ല, 98 വെച്ച് ചെയ്തപ്പോഴും കിട്ടുന്നില്ല കേട്ടോ. ഇതേലെ നല്ലതുപോലെ ഒന്ന് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത് ചെയ്യാം. മനസ്സിലാക്കി തന്നെ പോണേ കുഞ്ഞുങ്ങളെ. മലയാളം മീഡിയക്കാർക്കും ഞാൻ പറയുന്നുണ്ട്, കണക്ക് എപ്പോഴും മലയാളമൊന്നും ഇംഗ്ലീഷൊന്നും ഇല്ലല്ലോ. പിന്നെ എഴുതുന്നതിലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഡിഫറൻസ് എന്ന് വെച്ചാൽ വ്യത്യാസം കേട്ടോ. എന്ന് വെച്ചാൽ തുക, കൂട്ടുക കേട്ടോ. അപ്പം ഇവിടെ മൂന്നാമത് നമ്മളോട് അങ്ങനെയാണെങ്കിൽ കുറച്ച് 3 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ദ 3 ലെങ്ത് ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രോ എ ട്രയാങ്കിൾ. നോക്കൂ നിങ്ങളിവിടെ 4 സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്, 6 സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്, 10 സെൻറ്റിമീറ്റർ. ഇങ്ങനെ തരുമ്പോഴേ നിങ്ങൾ ഓർത്തോണം ഇത് ചെയ്യാൻ പറ്റുമോ. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇത് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. നമ്മളോട് ട്രയാങ്കിൾ അല്ലേ പറഞ്ഞത് അല്ലേ?
ട്രയാങ്കിൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഡ്രോ ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ചാടി കയറി ട്രയാങ്കിളൊക്കെ വരയ്ക്കാൻ ഞങ്ങൾക്കറിയാം. എടുക്ക് പേനയും പെൻസിലും, എടുക്ക് കോമ്പസ് എവിടെ, പെൻസിൽ എവിടെ, അല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യമേ നിങ്ങൾ ചിന്തിക്കുക. നോക്കൂ, നിങ്ങൾ ഇവിടെ 3 സൈഡ് തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഏറ്റവും വലിയ സൈഡ് ഏതാ? അവിടെ 10 സെൻറ്റിമീറ്റർ, അല്ലേ? ഏറ്റവും വലുത് 10 സെൻറ്റിമീറ്റർ. ചെറുത് രണ്ടും കൂടെ കൂട്ടിക്കേ, 6 4 10, അല്ലേ? അവിടെയും 10 ആണ്. രണ്ടും ഒരുപോലെ വന്നാൽ പറ്റുമോ? തെറ്റ്, അല്ലയോ? രണ്ടും ഒരുപോലെ വന്നാൽ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഇതുപോലെ പറഞ്ഞില്ലേ, കുറേ പറഞ്ഞില്ലേ നിങ്ങൾ. രണ്ടും ഇനി അഥവാ കേട്ട് ഇതുവരെ ഉള്ളത് പോട്ടെ, കഥ ഇപ്പോൾ ഉള്ളത് നോക്കിക്കേ. രണ്ടും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സെൻറ്റിമീറ്റർ ആദ്യം എടുക്കുക. ഏറ്റവും വലുത് 10 ആണ്. ചെറിയ രണ്ടെണ്ണങ്ങളിൽ തങ്ങളിൽ കൂട്ടുക. ഇങ്ങളി ചെറിയ രണ്ടെണ്ണം കൂടി കൂട്ടുക. എത്ര അപ്പം വന്നത്? 10 അല്ലേ? അപ്പം രണ്ടും ഒരേപോലെ വന്നാൽ എന്താണ്? നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ. ഏറ്റവും വലുതാരാ? 5 സെൻറ്റിമീറ്റർ അല്ലേ? ഇല്ലയോ? 5 സെൻറ്റിമീറ്റർ ആണ് ഏറ്റവും വലുത്. ചെറുത് തങ്ങളിലൊന്ന് കൂട്ടി നോക്കിയേ. 4 3 7. ഈ വലുതിനേക്കാളിൽ വലുതല്ലേ? മീൻസ് ഈ 5 സെൻറ്റിമീറ്റർ ആയിരുന്നു ഏറ്റവും വലുത്. പക്ഷേ ചെറുത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 7. അപ്പോൾ അത് നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. പറ്റും എന്ന് പറഞ്ഞാൽ പോരാ, അത് ചെയ്യണം. എങ്ങനെ വരയ്ക്കും? അത് നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരെണ്ണം ബേസ് ആയിട്ട് കൊടുക്കുക. നമുക്ക് കോമ്പസിൽ ആർക്ക് വെച്ചിട്ട് വരയ്ക്കുമ്പോൾ ജോയിൻ ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഓക്കെ, അടുത്ത 10 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഏറ്റവും വലുതാരാ? 10 സെൻറ്റിമീറ്റർ, അല്ലേ? ചെറുത് 5 4 ആണല്ലോ. അപ്പോൾ 5 4 കൂടെ കൂട്ടുമ്പോൾ എത്ര? 9 വരുന്നുള്ളൂ. ഇവിടെ എത്ര ഉണ്ട്? 10. അപ്പം നമുക്കതും വരയ്ക്കാൻ പറ്റത്തില്ല. എളുപ്പമല്ലേ നിങ്ങൾ ഇത് പഠിക്കാൻ? എളുപ്പമല്ലേ? ബോറൊന്നും അടിക്കുന്നില്ലല്ലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 2 പിക്ചറും കൂടെ ഉണ്ട്. ഈ പിക്ചർ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങൾ. ഇവിടുത്തെ നോക്കിക്കുക. ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 4 4 സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടോ 4 സെൻറ്റിമീറ്റർ വെച്ച് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അതും കൂടി ഇട്ടിട്ട് അടുത്ത ആംഗിൾ മാത്തിലോട്ട് നമുക്ക് കയറാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് പറ, ഞാൻ ഇട്ട് തരാം. അറിയാമെങ്കിൽ പോട്ടെ കേട്ടോ. അപ്പം നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഇടുന്നുണ്ട്. സോഷ്യലിൻ്റെ ഫുൾ നോട്ടുണ്ട്, സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്. ബാക്കി സമയങ്ങളിലൊക്കെ ഞാൻ ഓരോന്നും ഇടുന്നുണ്ട്. നിങ്ങൾ അത് നോട്ട് എഴുതി എടുത്ത് പഠിക്കണേ നിങ്ങൾ കേട്ടോ. അടുത്ത മാസം എക്സാം അല്ലേ? ഓക്കെ നിങ്ങൾ, താങ്ക് യു.